വീണ്ടും മാസങ്ങൾ കഴിഞ്ഞിട്ട് എൻ്റെ അസുഖം മാറാതെ വന്നപ്പോൾ പലരും പറഞ്ഞ് ഞാൻ ഈ ഡിവൈൻ ധ്യാന മന്ദിരത്തിലേക്ക് ഒരാഴ്ച ധ്യാനം താമസിച്ച് ധ്യാനം അതും ആദ്യമായിട്ട് കൂടാൻ വരുവാണ്. അപ്പോൾ എൻ്റെ രോഗം ഇതായതുകൊണ്ട് ഈ യാത്ര വരെ ഡിവൈനിലേക്കുള്ള എനിക്ക് പ്രയാസമായിരുന്നു. കാരണം ഇത്രയും ദൂരമില്ല, തിരുമാറാടിയിൽ നിന്ന് കൂത്താട്ടോളം വന്നു, കൂത്താട്ടോളത്ത് നിന്ന് ഇവിടെ വരുമ്പോഴത്തേക്ക് അത്രയും വഴി. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ ടയേർഡായി, എല്ലാം എൻ്റെ രോഗവും ഇതാണല്ലോ. അപ്പം ഞാൻ വിഷമിച്ചു. ഇവിടെ വന്നിട്ടാണെങ്കിൽ 5ാം നിലയുടെ മുകളിലാണ് എനിക്ക് കിടക്കാൻ സീറ്റ് കിട്ടുന്നത്. അന്ന് ഇന്നത്തെ പോലെ ലിഫ്റ്റ് ഒന്നുമില്ല, ഞാൻ നടന്ന് സ്റ്റെപ്പൊക്കെ ഇറങ്ങി വന്നു, അങ്ങനെ വന്നു. പക്ഷേ അച്ഛാ, ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നിട്ട് എനിക്ക് എൻ്റെ കണ്ണിന് കാണാൻ സാധിക്കണം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും. എന്നാന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ ഒരു വലിയ ധ്യാനത്തിലേക്കൊന്നും കടന്നു ചെന്നിട്ടില്ല, ആദ്യമായിട്ട്. പക്ഷേ ഈ മക്കൾ ഞാൻ നോക്കുമ്പോൾ മലയാളം ധ്യാന ഹോള് നിറഞ്ഞ്, ബാൽക്കണിയെല്ലാം നിറഞ്ഞ് ആളുകളാണ് ഇരിക്കുന്നത്. പക്ഷെ ഇവർ ഒന്നും നിയന്ത്രിക്കാൻ ഒരു പോലീസോ ഒരു പട്ടാളോ ഒന്നും ഇല്ല. എല്ലാവരും നിയന്ത്രിക്കുന്ന ഒരു ദൈവം. ഒരു ഭക്ഷണത്തിനായിട്ട് കടന്നു വേണം നമ്മളിപ്പോൾ പുറകെ നിൽക്കണമെങ്കിൽ അറിയാതെ ഒന്നും മുമ്പിൽ കയറിയാൽ അവിടെ വഴക്ക് പറയുന്നില്ല. എല്ലാവരും ക്യൂ ആയിട്ട് പോയി ഭക്ഷണം കഴിക്കുന്നു, വയ്ക്കുന്നു, റെഡിയായിട്ട് വരും. ഭയങ്കര അത്ഭുതമായിരുന്നു. പക്ഷേ ധ്യാന കേന്ദ്രത്തിൽ കേൾക്കുന്ന എല്ലാ വചനവും എന്നോട് തന്നെ പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഒരു വചനവും എൻ്റെ ഹൃദയത്തിൽ തട്ടി നിൽക്കുന്നില്ല. 4ാമത്തെ ദിവസം ഒരു വചനം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. അത് ഇന്നും ഒരു ജോസഫ് സാർ നമ്മുടെ ഡിവൈൻ വചനം പറയുന്ന ഒരു പൊക്കം കുറഞ്ഞ് ആ ബ്രദർ ഇങ്ങനെ പറയുവാണ്, ആ മൈക്കിൻ്റെ തുമ്പി ഇങ്ങനെ പറയും, ക്രിസ്തുദേവൻ പിള്ളക്കച്ചകളിൽ പൊതിഞ്ഞ പുൽക്കൂട്ടിൽ പൂജാതിനായി. എന്നിട്ട് ഈ ബ്രദർ ഇങ്ങനെ കൂട്ടിച്ചേർത്തു, എവിടെ കീറ പഴുതുണിയുണ്ടോ അവിടെ ക്രിസ്തു ഉണ്ടേ എന്ന്. ഇത് പറയാനുള്ളൊരു കാരണമുണ്ട് അച്ഛാ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മ മാനസിക രോഗിയാണെന്ന്. മാനസിക രോഗികളെ നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ട്, നമ്മുടെ ഭവനത്തിൽ കണ്ടിട്ടുണ്ട്, തെരുവീതികളിൽ കണ്ടിട്ടുണ്ട്. ഇതിലെല്ലാം വ്യത്യസ്തമായിരുന്നു എൻ്റെ അമ്മയുടെ അവസ്ഥ. എൻ്റെ അമ്മയെ പ്രഭാതത്തിൽ ഒരു മുണ്ടുടിപ്പിച്ച സായാഹ്നമാകുമ്പോഴേക്കും കീറി പഴന്തുണി കഷ്ണമാക്കും. കുറച്ച് അരയെ കെട്ടും, കുറച്ച് കഴുത്തെ കെട്ടും, കുറച്ച് തൂക്കിയിടും. അങ്ങനെയുള്ളൊരവസ്ഥയായിരുന്നു എൻ്റെ അമ്മയുടെ അവസ്ഥ. അപ്പോൾ എവിടെ കീറപ്പഴന്തുണിയുണ്ടോ അവിടെ ക്രിസ്തു ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കീറപ്പഴന്തുണിയുണ്ട്. പക്ഷേ എനിക്ക് വന്ന എൻ്റെ കീറപ്പഴന്തുണി, ഞാൻ കണ്ട കീറപ്പഴന്തുണി, എൻ്റെ അമ്മ കീറി വെച്ചേക്കുന്ന കീറപ്പഴന്തുണി ക്രിസ്തു ഉണ്ട് എന്ന് ആ ബ്രദർ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ കീറി വെച്ചേക്കുന്ന കീറപ്പഴന്തുണി ക്രിസ്തുദേവൻ പറന്ന് നിൽക്കുന്ന കാഴ്ച ഞാൻ ഡിവൈനിൻ്റെ കസേരയിൽ ഇരുന്ന് കാണുവാണ്. ഞാൻ സന്തോഷഭരിതിയായി. എന്നിട്ട് ഈ പരിസരം പോലും മറന്ന് ഞാനിങ്ങനെ ആനന്ദഭരിതി ആകുമ്പോൾ അടുത്തിരിക്കണവർ തന്നെ എൻ്റെ നേരേക്ക് നോക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ ഈശോ എൻ്റെ അമ്മ ഈ കീറി വെച്ചേക്കണ കീറപ്പഴുതുണി എൻ്റെ അമ്മയുടെ ഒപ്പം നിൽക്കുന്നു. സന്തോഷമായി, എനിക്ക് സന്തോഷമായി. അങ്ങനെ ആ 4ാമത്തെ ദിവസം വീണ്ടും എനിക്കൊരു അനുഭവം ഉണ്ടാണെന്ന് വെച്ചാൽ ഞാൻ സ്റ്റേജിൻ്റെ ഒരുവിധം മുമ്പിലായിട്ടായിരിക്കുന്നത്. അപ്പോൾ പ്രഭാതത്തിൽ ഇങ്ങനെ നമുക്ക് ആ സൂര്യൻ്റെ ചായ്വ് ആ സ്റ്റേജിൻ്റെ സൈഡിൽ കൂടെ വന്നിങ്ങനെ എൻ്റെ ഈ ചെകിട്ടുകുറ്റിയിലൊക്കെ ഒരു ചൂടടിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ വൈകുന്നേരം നമ്മുടെ ബഹുമാനപ്പെട്ട പനക്കലേച്ചൻ ആരാധന എഴുന്നള്ളിച്ച് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ചെകിട്ടുകുറ്റി ഇങ്ങനെ ചുട്ടുപൊള്ളുക. അപ്പോൾ ഞാനിങ്ങനെ നോക്കി സൂര്യൻ്റെ ചൂടടിക്കണോണ്ടാണ്. അപ്പോൾ ഞാൻ വാച്ച്മേ നോക്കിയപ്പോൾ 6 മണി കഴിഞ്ഞു. ഇത് സൂര്യൻ്റെ ചൂടൊന്നും അല്ലെന്ന് ബോധ്യമായിട്ട് ഞാൻ വീണ്ടും കണ്ണടച്ച് ഞാനിങ്ങനെ കര ഉയർത്തി എനിക്കറിയാവുന്ന പോലെ ഞാനിങ്ങനെ കർത്താവിനെ സ്തുതിക്കുമ്പോൾ നെറുകന്തലം മുതൽ ഉള്ളംകാല് വരെ ഒരു പിരിവിരോഹമെന്നൊരു പെരുപ്പൽ എനിക്ക് ഉണ്ടായി. ആ നിമിഷം എന്നെ 2000 വർഷങ്ങൾക്ക് മുമ്പ് രക്തസ്രാവക്കാരിയെ തൊട്ട് സുഖപ്പെടുത്തിയ ഈശോ ഈ പാപിയിൽ 1ാമത്തവളായ എന്നെയും അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തി അവിടുത്തെ വചനം പൂർത്തീകരിച്ചു. സൗഖ്യം കിട്ടിയച്ചാ, എനിക്ക് ഭയങ്കര സൗഖ്യമായി. അപ്പോൾ ഞാൻ അങ്ങനെ ആ ധ്യാനം അവസാനിച്ച് ഒത്തിരി സന്തോഷത്തോടെ ഞാൻ വീട്ടിലേക്ക് പോകണം. ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ബാഗ് ഒരു തോളയിൽ ഞാൻ നല്ല വെയിറ്റാണ്, തുണി മുഴുവൻ ഫുള്ളായിട്ട് തുണിയുള്ളതുകൊണ്ട് ഈ തോളയിൽ ഈ ബാഗ് ഇട്ടിട്ട് എനിക്ക് തോളൊടിഞ്ഞു പോകണ രീതി ഭാരം. പക്ഷേ ഞാൻ ആ ബാഗ് ഊരി വയ്ക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മ കിടക്കണം മുറിയിലേക്കാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ അമ്മ ഞാൻ പറഞ്ഞില്ലേ ചാച്ചികെട്ടിലാണ് അമ്മ കിടക്കുന്നത്. അമ്മ ഞാൻ നോക്കുമ്പോൾ ഒരു മുണ്ടുടുത്തിരിക്കണോ അച്ഛാ, ഒരു മുണ്ടെടുത്തിരിക്കണം. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ അമ്മ മുണ്ടൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അമ്മയെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിത പങ്കാളി പെട്ടെന്ന് പെരക്കകത്ത് നിന്ന് ഇറങ്ങി വന്നു. ചേട്ടാ ഇവിടെ അമ്മ മുണ്ടെടുത്തിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം ഞാൻ ചായ കൊണ്ട് കൊടുത്തപ്പോഴുണ്ടല്ലോ ഈ അമ്മ ഒരു കഷ്ണം തുണി, കീറിയ ഒരു കഷ്ണം തുണി പാട്ടിന് കൊടുത്തേക്കണം. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് ഒരു നല്ല മുണ്ടെടുത്തുകൊണ്ട് കൊടുത്തു. അപ്പോൾ എന്നെ അന്നേരം അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിവൈനിൽ പോയി ധ്യാനം കൂടണം. മാനസിക രോഗിയായ അമ്മേനെ കൊണ്ടുപോയിട്ടില്ലെങ്കിലും നമ്മൾ ആ പോയിരുന്ന ധ്യാനം കൂടുമ്പോൾ വീട്ടിലിരിക്കണം മാനസിക രോഗിക്ക് പോലും സൗഖ്യം കൊടുക്കുന്ന ഒരു ദൈവം. എൻ്റെ കണ്ണ് നിറഞ്ഞു വെച്ചാൽ ആ നിമിഷം എന്നെ സ്പർശിച്ച വചനം ക്രിസ്തുദേവൻ പിള്ളക്കച്ചകളിൽ പൊതിഞ്ഞു പുൽക്കൂട്ടി പൂജാതിനായി എന്ന് പറയുമ്പോൾ ഞാൻ ആനന്ദഭരിതയായ ആ നിമിഷം തന്നെ എൻ്റെ അമ്മയെ എൻ്റെ ദൈവം മുണ്ടുടിപ്പിച്ചിരുത്തി. തുടർന്നുള്ള എൻ്റെ ജീവിതം ഒത്തിരി തിക്ത അനുഭവത്തിലൂടെയാണ് അച്ഛൻ പോയത്. കാരണം വെച്ചാൽ എൻ്റെ അമ്മയുടെ ഈ ഒരു കാര്യത്തിനെ ദൈവം വിടുതൽ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. 24 മണിക്കൂറും ചീത്ത പറയുള്ളൂ, രോഗമൊക്കെ അങ്ങനെ തന്നെ.
അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തല ഉയർത്തി പിടിച്ച് പ്രാർത്ഥന കൂട്ടായ്മയും പോകുമ്പോഴുള്ള കടം കൊണ്ട് എന്നാലും ഞാൻ പ്രാർത്ഥന ഗ്രൂപ്പ് കൂട്ടായ്മയിലേക്ക് പൊക്കോണ്ടൊക്കെ ഇരുന്നു. അങ്ങനെ കുറേ മാസങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ ജീവിത പങ്കാളി പണിക്ക് പോയേക്കുവാണ്. അപ്പോൾ അന്ന് റബ്ബറിന് പ്ലാറ്റ്ഫോം പൊട്ടനൊക്കെ പണിയുണ്ട്. അപ്പോൾ അത് വൈകുന്നേരമായിട്ട് വരത്തുള്ളൂ. അപ്പം ഞാൻ ഉണ്ടല്ലോ വെച്ചാൽ അന്ന് ഞങ്ങൾക്ക് പശു, കിടാവ്, ആട്, മൃഗങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ, പന്നി ഇതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ തനിയെ പുല്ല് പറിക്കാൻ പോയി. പുല്ല് പറിച്ചിട്ട് വന്ന് അപ്പോൾ ഞാൻ പുല്ലങ്ങ് കൊണ്ടിട്ടിട്ട് 2 മണിക്ക് എനിക്ക് പ്രാർത്ഥനാ കൂട്ടായ്മയുണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പുല്ല് കൊണ്ടിട്ട വഴി തന്നെ എൻ്റെ അമ്മ സമയം ഉച്ചയായതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ചോറെടുത്ത് കൊടുത്തിട്ട് വേണം എനിക്കൊന്ന് ഫ്രഷായി എനിക്ക് ഗ്രൂപ്പിലേക്ക് പോകാൻ എന്ന് വിചാരിച്ച് ഞാനൊന്ന് ഫ്രഷ് ആകാതെ തന്നെ അമ്മയ്ക്ക് ചോറെടുത്ത് ഞാൻ അമ്മ കിടക്കുന്ന മുറിയിലേക്ക് ചെല്ലുവാണ്. ചാച്ചേട്ടിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എൻ്റെ അച്ഛൻ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ ഇതുപോലുള്ള കാഴ്ചകളെ കണ്ടിട്ടുള്ളൂ. പക്ഷേ എങ്കിലും എന്നെ ആ നിമിഷം അത്യധികം വേദനിപ്പിക്കുന്ന ഒരു ദൃശ്യമായിട്ട് എനിക്ക് തോന്നി. എന്തെന്നാൽ ഞാൻ ഈ ചോറും കൊണ്ട് അങ്ങ് ചെല്ലുമ്പോൾ നെറുകന്തല മുതൽ ഉള്ളങ്കാല് വരെ മലമൂത്ര വിസർജനത്തിൽ കുളിച്ച് കിടക്കുന്ന എൻ്റെ അമ്മയെ ഞാൻ കാണുവാണ്. ഞാൻ ഈ ചോറും പാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഈശോയോട് പറയുകയാണ്, ഈശോയെ ഞാൻ എങ്ങനെയാണ് ഞാൻ ചോറ് കൊടുക്കുക എൻ്റെ അമ്മയ്ക്ക്? പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ചോറ് കൊടുക്കുന്നില്ല ഇപ്പം. ഞാൻ എൻ്റെ അമ്മയെ ചങ്ങലയിൽ നിന്ന് അഴിച്ച് കുളിപ്പിച്ചതിന് ശേഷം, അന്ന് നമുക്ക് ഇതുപോലെ കറണ്ടില്ല, മോട്ടറില്ല, ഒന്നുമില്ല. ഞാൻ വേഗം തന്നെ ചോറടുക്കളയിലേക്ക് കൊണ്ടുപോയിക്കണം. വേഗം കിണറ്റിലേക്ക് പോയി ഒരു വലിയ പാത്രം കിണറ്റിൽ കൊണ്ടുവച്ച് നിറച്ച് വെള്ളം കോരി സോപ്പും ചകിരിയൊക്കെ കൊണ്ടുവച്ചു, ഇടാനുള്ള ഡ്രസ്സൊക്കെ കൊണ്ടുവച്ചു. ചങ്ങലയുടെ താക്കോലെടുത്ത് കൈ പിടിച്ചു. ജീവിത പങ്കാളി അവിടെ ഇല്ലാതെ അഴിക്കാനുള്ളൊരു ധൈര്യം നമുക്കില്ല. കാരണം ചില സമയങ്ങളിൽ അമ്മ ഓടിയൊക്കെ പോകും. പക്ഷെ ഞാൻ ഈശോയോട് പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയെ അഴിച്ച് കുളിപ്പിച്ചതിന് മാത്രമേ ചോറ് കൊടുക്കൂ. പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഈശോയെ എൻ്റെ അമ്മയുടെ എല്ലാവിധ സംരക്ഷണവും എൻ്റെ ചെറുകിൻ കീഴിലായി തീരണമേ. ഇന്നത്തെ പോലെ ഒരു പ്രാർത്ഥനയല്ല അച്ഛാ, എൻ്റെ എൻ്റെ പ്രാർത്ഥന ഇങ്ങ് വന്ന് ഞാൻ ഈ ചങ്ങലയുടെ പൂട്ടഴിക്കുമ്പോൾ ഈ ചങ്ങല പൂട്ടഴിക്കാൻ അമ്മ കാലിങ്ങ് നീട്ടി തന്നു. ഞാൻ പൂട്ടഴിച്ചു. അമ്മ ഒരു അനുസരണയുള്ളൊരു കൊച്ചിനെ പോലെ അനുസരിച്ച് കിണറ്റുകരയിലേക്ക് വന്നു. ഞാനൊരു കുഞ്ഞു കൊച്ചിനെ കുളിപ്പിക്കണ രീതിയിൽ അമ്മേനെ ഫ്രഷായി കുളിപ്പിച്ച് സോപ്പും ചകിരിയൊക്കെ തേച്ച് കുളിപ്പിച്ച് ഞാൻ ഡ്രസ്സൊക്കെ ഇടിയിച്ച് അമ്മയ്ക്ക് ചോറെടുത്തുകൊണ്ട് കൊടുക്കുമ്പോൾ ആ മുറി വെച്ചല്ല കൊടുക്കണേ. ഞങ്ങൾ കിടക്കണ അടുത്ത് തന്നെ കൊണ്ടുപോയി അമ്മേനെ ഇരുത്തി അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തു. ഞാൻ ഈശോയോട് പറഞ്ഞു, അമ്മ ചോറ് കഴിക്കട്ടെ, ഞാൻ മുറി ഒന്ന് ക്ലീൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഞാൻ മുറി ക്ലീൻ ചെയ്യണു. പിന്നീട് ഞാൻ ആ ചങ്ങലയിൽ ആ അമ്മേനെ പൂട്ടാൻ എൻ്റെ കർത്താവ് അനുവദിച്ചിട്ടില്ല.